ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഷെയർ ചെയ്യുന്നത്. റുട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് റുട്ടീൻ. റുട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ടൈമിന് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടൈമിന് ഉറങ്ങുകയും ടൈമിന് എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത് ഭയങ്കര നല്ലതാണ്. ഫുഡായാലും കാര്യങ്ങളായാലും ടൈമിന് നമ്മൾ കഴിക്കുമ്പോൾ അതും നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെൻഷൻ ഇല്ലാതെ റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും എക്സ്ട്രാ ടൈം കിട്ടാനും അതുപയോഗിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നമ്മുടെ റുട്ടീൻസ് സഹായിക്കുന്നുണ്ട്. റുട്ടീൻ ഒരിക്കലും ഒരു ബോറിംഗ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. പലപ്പോഴും നമുക്ക് തോന്നുന്ന ടൈമിന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ബോറിംഗ് ആണെന്ന്. പക്ഷെ എനിക്ക് ടൈമിന് ആ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് എക്സ്ട്രാ ടൈം പലപ്പോഴും കിട്ടിയിട്ടുള്ളതും. ഇന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന യൂട്യൂബ് ചാനലടക്കം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ ഈ റുട്ടീൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ ടൈം വെച്ചിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലോട്ട് ടൈം മാറ്റി വെക്കാനായിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് കണ്ടെത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സമയം നമ്മൾ നല്ല രീതിക്ക് മാനേജ് ചെയ്ത് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ഞാൻ പലപ്പോഴും എന്റെ റുട്ടീൻ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്, അയ്യോ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ കുറെ പേരുണ്ട്, അപ്പൊ ഇതനുസരിച്ച് റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റണില്ല എന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ റുട്ടീൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്യാന്നുള്ളത്. അതിന് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യണത്. അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ടിപ്സ് വെച്ച് നിങ്ങൾ പുതിയൊരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ റുട്ടീൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പല വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങോട്ട് എന്റെ അടക്കം. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്യാതെ, അതുപോലെ തന്നെ അയ്യോ അവരുടെ റുട്ടീനിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അത് ചെയ്യണില്ലല്ലോ എന്നോർത്ത് വിഷമിക്കാനും ഇതിലല്ല ആദ്യം നിൽക്കേണ്ടത്. നമ്മൾ ആദ്യം നോക്കാം ആ കാണുന്ന വീഡിയോയിലത്തെ ഉള്ള വ്യക്തികളുടെ വീട്ടിലത്തെ സാഹചര്യം എങ്ങനെയാണ്, അതനുസരിച്ചായിരിക്കും അവര് ആ റുട്ടീൻ ഫോളോ ചെയ്യണ്ടാവും. നമ്മളത് കണ്ടിട്ട് അതിൽ നിന്നും എന്തൊക്കെ കാര്യം എനിക്ക് എടുക്കാൻ പറ്റും, പിന്നെ നമ്മുടേതായ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ റുട്ടീൻ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് ഒരാളുടെ റുട്ടീൻ കണ്ടിട്ട് അതേപടി ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സമാധാനം കിട്ടില്ല. കാരണം അതുപോലെ ആയില്ലല്ലോ എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല. റുട്ടീൻ നമ്മൾ അതേപോലെ ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ അത് നടക്കൂല, അത് ഫ്ലോപ്പ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കോപ്പിയടി നിർത്തുക. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ആദ്യം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതായത് നമ്മൾ വർക്കിംഗ് മോം ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണെങ്കിൽ, ഇതൊക്കെ നമുക്ക് അറിയാലോ. അതനുസരിച്ച് എന്താണ് നമ്മുടെ ആവശ്യം, എന്തിനാണ് നമ്മൾ റുട്ടീൻ ഫോളോ ചെയ്യാൻ പോണത്, ടൈമിന് നമ്മുടെ അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾ റുട്ടീൻ ആദ്യമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പൊ ടൈമിങ്ങും കാര്യമൊന്നും അതേപോലെ മടിയൊക്കെ പിടിച്ചിരിക്കുന്നവരാണല്ലോ റുട്ടീൻ ഫോളോ ചെയ്യാൻ പോണത്. അങ്ങനെയുള്ളവര് ആദ്യം തന്നെ ചാടി കയറി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റിൽ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്ന വെച്ചാൽ കുറേ എഴുതി വെച്ചാൽ നമ്മളതൊന്നും ചെയ്യാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ മാത്രമേ നമ്മുടെ ശീലങ്ങളൊക്കെ മാറ്റിയെടുത്ത് റുട്ടീനൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് സമയം തന്നെ വേണം. ഒരു ദിവസം കൊണ്ട് പറ്റണതല്ല, ഒരു ദിവസം കൊണ്ട് നമുക്ക് പറ്റും, പക്ഷെ അതൊരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന കുറെ നാൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന റുട്ടീനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കൃത്യമായ സമയത്ത് ചെയ്തു തീർക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്റെ റുട്ടീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോ, നമ്മൾ സാധാരണ എന്താ ചെയ്യുക, റുട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ രാവിലെ എഴുന്നേക്കുന്ന സമയവും വൈകുന്നേരത്തെ സമയമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുക. അതനുസരിച്ചായിരിക്കും നമ്മൾ ഡേ മുഴുവൻ സെറ്റ് ചെയ്യുക. പക്ഷെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിരുന്ന ഒരു കാര്യം രാവിലെ നേരത്തെ എഴുന്നേക്കുക എന്നുള്ളതാണ്. കാരണം വൈകുന്നേരം ഉറങ്ങുമ്പോൾ ലേറ്റ് ആവും, മോളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഉറങ്ങാൻ ലേറ്റ് ആവും, പിന്നെ എഴുന്നേക്കാനും ഭയങ്കര പാടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടൈമിംഗ് സെറ്റിംഗ് എനിക്ക് ആദ്യം തന്നെ നമ്മുടെ റുട്ടീനിൽ എനിക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റ് ടൈം കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വരുത്തിയ ചേഞ്ച് അതായിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് 8:30 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കും, അല്ലെങ്കിൽ 8 മണിക്ക് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് ഡിസിഷൻ എടുത്തു. അപ്പൊ നമ്മളിപ്പോ 8 മണിക്ക് കഴിക്കാമെന്ന് ഡിസിഷൻ എടുക്കുമ്പോൾ എന്താണ്, അതിന് മുൻപേ എല്ലാം കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ എന്താണ്, അതിന് മുൻപേ നമ്മൾ കറക്റ്റ് ആയിട്ട് തലേദിവസം പ്ലാൻ ഉണ്ടായിരിക്കും രാവിലെ എപ്പോഴും എഴുന്നേറ്റ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അത് ഒരു കാര്യത്തിന് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ടൈം ഫിക്സ് ചെയ്താൽ അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ചും കൂടി നമുക്ക് പറ്റും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീരുമാനിക്കുന്നത് ലഞ്ചിന്റെ ടൈം എപ്പോഴാണെന്നാണ്. 1 മണിക്കാണെങ്കിൽ 1 മണിക്ക് കൃത്യമായിട്ട് ആ ഒരു ടൈമിങ് ഫോളോ ചെയ്യാം. ചില ദിവസങ്ങളിൽ ചിലപ്പോ ടൈമൊക്കെ മാറിപ്പോട്ടോ, അതല്ല പറയണം. പരമാവധി വേറെ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെയും ടൈം അപ്പൊ അത് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി മൂന്നാമത്തത് ഡിന്നറാണ്. ഡിന്നറിനും ഒരു കൃത്യ ടൈം ഫിക്സ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്താലേ ബാക്കിയുള്ള കാര്യങ്ങൾ അതനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, നമ്മൾ ലഞ്ച് കഴിക്കുന്നത് 1 മണി, വൈകുന്നേരം
8:30 ഞങ്ങൾ ഡിന്നർ കഴിക്കുക. അപ്പൊ ആ ഒരു രീതിയിലാണ് ടൈമിങ്. ഈ ഒരു ടൈമിങ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ മക്കളും ആ ഒരു ടൈമിങ്ങിന് ഫുഡ് കഴിക്കുകയും ആ ഒരു ടൈമിന് കാര്യങ്ങൾ ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് അവരും പഠിക്കുകയും ചെയ്യും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉറക്കത്തിന്റെ സമയമാണ് കേട്ടോ. അപ്പൊ ഇതാണ് പലർക്കും മാറ്റാൻ പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു മേഖല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം ആദ്യം എന്ന് വെച്ചാല് നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. നേരത്തെ ഉറങ്ങിയാല് നമുക്ക് ഉറക്കക്ഷീണം മാറി തനിയെ നമ്മൾ രാവിലെ എഴുന്നേക്കും. ലേറ്റ് ആയിട്ട് എത്രത്തോളം ഉറങ്ങണോ അത്രത്തോളം ക്ഷീണം നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ ഉണ്ടാവും. ഇത് പലരും പലപ്പോഴും പറയുന്ന കാര്യമാണെങ്കിലും ഫോളോ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിന്റെ കൺട്രോളാണ്, വേറെ ആർക്കും സഹായിക്കാൻ പറ്റില്ല. ഞാൻ ഇനി ഇവിടെ ഇരുന്ന് എന്തോരം വീഡിയോയിൽ മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യണം, എന്നാൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വൈകുന്നേരം ഒരു 10-11 മണി മാക്സിമം അതിനുള്ളിൽ ഞാൻ ഉറങ്ങും എന്നൊരു ഡിസിഷൻ എടുക്കുക. ഫോൺ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഫോൺ വന്നതാണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം. ഫോൺ നോക്കി നേരം പോണതേ അറിയില്ല. ഇപ്പൊ 11 മണി ആയി എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ 10:30 ആയി എന്ന് കാണുമ്പോൾ ടൈം ഏതാച്ചാ ഫിക്സ് ചെയ്യുക. അത് വഴിക്ക് ഫോൺ നിർബന്ധമായിട്ടും മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ കുറേ കൂടി ക്ഷീണം കുറയും. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കുന്ന ടൈം ഒന്ന് ഫിക്സ് ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ 5 മണിക്കാണ് എഴുന്നേക്കാൻ ഉദ്ദേശിക്കുന്നത്, 5 മണി അല്ലെങ്കിൽ 6 മണി. നിങ്ങൾ ഇത്രയും നാളെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റവരാണെങ്കിൽ ഒറ്റയടിക്ക് 5 മണിക്ക് എഴുന്നേക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ നിന്നും അരമണിക്കൂർ മുൻപേ എഴുന്നേറ്റ് അങ്ങനെ സ്ലോലി സമയം നമ്മൾ കൂട്ടുക. ഇല്ലെങ്കിൽ എന്തൊരു കുഴപ്പമെന്ന് വെച്ചാലേ നമ്മള് ഒരു ദിവസം എഴുന്നേക്കായിരിക്കും 5 മണിക്ക്, പക്ഷെ ബാക്കിയുള്ള ദിവസം 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. കാര്യം എഴുന്നേറ്റ് വരുമെങ്കിൽ നമുക്ക് ടയർഡാവും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 6:30 എഴുന്നേക്കാം, പിന്നെ 6 മണിക്ക് എഴുന്നേക്കാം, പിന്നെ 5:30 എഴുന്നേക്കാം, പിന്നെ ഗ്രാജുവലി 5 മണിയിലേക്ക് എത്തിക്കാം. ആ രീതിയിൽ നമ്മൾ ഉറക്കത്തിന്റെ ടൈമും കൂടി നമ്മൾ സെറ്റ് ചെയ്യും. ഇനി അടുത്തൊരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ ടൈമിൽ ഫിക്സ് ചെയ്ത് വെച്ചാലില്ലേ പിന്നെ അതിന് ഇടയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാ വെച്ചാൽ മാറ്റി മറിക്കാനാണ് ഇങ്ങനെ ഞാൻ കൃത്യമായ കാര്യങ്ങൾ പറയണം കേട്ടോ. നമ്മൾ എപ്പോഴാണ് കുളിക്കാനായിട്ട് പോകുന്നത്, ഫ്രഷ് ആവാൻ പോണ സമയം എപ്പോഴാണെന്ന് ഫിക്സ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ രാവിലെ നമുക്ക് ഇപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാ വെച്ചാൽ ടൈമിംഗ് അനുസരിച്ച് നമ്മൾ അത് ഫിക്സ് ചെയ്യുക. വൈകിട്ടായാലും നമ്മൾ അതേ രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യുക. അപ്പൊ അങ്ങനെ അത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടൈം കഴിയുമ്പോൾ, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ 6:30 നമ്മൾ ഫ്രഷ് ആയി വന്നു കഴിഞ്ഞാൽ 7 മണിക്ക് മക്കളുടെ കൂടെ ഞാൻ പഠിപ്പിക്കാനായിട്ട് ഇരിക്കും എന്നൊരു റുട്ടീൻ നമുക്ക് അപ്പൊ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിരിക്കുമ്പോഴാണ് വൈകുന്നേരത്തെ റുട്ടീൻ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം കാലത്തോട്ട് നമ്മൾ ഫുള്ളായിട്ടും ജോലികളൊക്കെ ചെയ്ത് നല്ല ടയർഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ വൈകുന്നേരം ഒന്ന് ഫ്രഷ് ആയാലാണ് നമുക്ക് വൈകുന്നേരത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒരു റിലാക്സ് ആണ്. മക്കളെ പഠിപ്പിക്കാനിരിക്കുമ്പോഴായാലും എന്ത് കാര്യങ്ങൾ ചെയ്യാനായാലും. അല്ലാതെ വൈകുന്നേരം കിടക്കണതിന് തൊട്ട് മുൻപ് ഫ്രഷ് ആയിട്ട് കിടക്കുമ്പോൾ ഉറങ്ങാൻ നല്ല സുഖമാണൊക്കെ ആണെങ്കിലും ഈ വൈകുന്നേരത്തെ നൈറ്റ് ടൈം റുട്ടീനിന് അതൊരു അസ്വസ്ഥതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടൈം ഫിക്സ് ചെയ്ത് നമ്മൾ ഫ്രഷ് ആവാനും നമ്മളെ കെയർ ചെയ്യാനും കൂടിയുള്ള ടൈം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് വരുന്നത്, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു പ്രയർ ടൈം ഉണ്ട്. അപ്പൊ വൈകുന്നേരം 8 മണിക്കാണ് പ്രാർത്ഥന എത്തിക്കുക. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ആ ഒരു ടൈം, അപ്പൊ നമ്മൾ എന്താ പറയാ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളായിരിക്കും. അതനുസരിച്ച് ടൈമിംഗ് ഉണ്ടെങ്കിൽ ആ ടൈമിന് കറക്റ്റ് ആയിട്ട് എന്നും ഫോളോ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 8 മണിയാണെങ്കിൽ 8 മണി, 7 മണിയാണെങ്കിൽ 7 മണി പ്രയർ ടൈമും ഫിക്സ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഈ കാര്യങ്ങളാണ്. നമ്മുടെ ഫുഡ് കഴിക്കുന്ന സമയം കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക, രാവിലെ എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും ടൈമിങ്ങിന് ഫിക്സ് ചെയ്യുക, എപ്പോൾ നമ്മൾ ഫ്രഷ് ആവണം, കുളിച്ച് ഫ്രഷ് ആവേണ്ട ആ ഒരു സെൽഫ് കെയർ ടൈം എപ്പോഴാണ് വേണ്ടതെന്ന് ഫിക്സ് ചെയ്യുക, പ്രയർ ടൈം അതും ഫിക്സ് ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ക്ലീനിങ് റുട്ടീൻ, കുട്ടികളെ പഠിപ്പിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതനുസരിച്ച് ഓരോരുത്തരുടെ ടൈമിംഗ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ബോറടിക്കില്ല. നമ്മളെല്ലാതും ഓർഡർ ആക്കാൻ പോയാൽ എല്ലാം കൂടി നടക്കില്ല. ഈ 4 കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ നോക്കുമ്പോൾ എന്താണ്, ഈ കാര്യങ്ങൾ കഴിഞ്ഞില്ല, അപ്പൊ ടെൻഷൻ കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ചെറിയ ചെറിയ ഹാബിറ്റ്സിലൂടെ മാത്രമേ നമുക്കൊരു റുട്ടീൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റ ഇതിന് നമുക്ക് നമ്മുടെ റുട്ടീൻ മാറ്റാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ റുട്ടീൻ എപ്പോഴും എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ല. നമുക്ക് കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ റുട്ടീൻ ആയിരിക്കില്ല നമ്മുടെ മക്കൾ വലുതായി കഴിയുമ്പോൾ. അപ്പൊ എന്റെ ഇതിൽ തന്നെ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്താണ് നമ്മൾ വന്നത്. പിന്നെ മക്കളൊരു ഏജ് ആവില്ലേ, ഏതാണ്ട് അവർ ഒരുപോലെ ആയിരിക്കില്ല. ആ ഒരു ഏജ് ആകുമ്പോൾ സ്വയമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ റുട്ടീൻ ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുപോലെ ആയിരിക്കുന്ന ഒരു കാര്യമല്ല. ലൈഫിന്റെ ചേഞ്ചസ് അനുസരിച്ച് ഓരോ വർഷവും മാറുന്ന ഒരു കാര്യമാണ് റുട്ടീൻ. അങ്ങനെ നമ്മൾ റുട്ടീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, നമ്മുടെ ടൈമിംഗ് അനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി അതിൽ നിന്നും വരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്റെ ഫാമിലിയുടെ കൂടെ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം കൃത്യമായ ടൈമിൽ ഞാൻ കൃത്യമായിട്ട് ആ ജോലികൾ ചെയ്ത് തീർത്തപ്പോൾ എനിക്ക് കിട്ടുന്ന എക്സ്ട്രാ ടൈം വരുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ കുറെ കൂടി ബോണ്ടിങ് കിട്ടും. മാത്രമല്ല നമ്മുടെ മക്കൾക്കും അതിൽ ആ ടൈമിംഗ് ഫോളോ ചെയ്യുമ്പോഴേ അവർക്കും എക്സ്ട്രാ ടൈം കിട്ടും. ഇല്ലെങ്കിൽ തോന്നിയ സമയത്ത് എഴുന്നേക്കാം, തോന്നിയ സമയത്ത് ഓരോന്ന് ചെയ്യുക, ഒരു ഓർഡർ ഇല്ലാതെ സമയം ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്ന പോലെ തോന്നും. ഒന്നും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടില്ല.
കുട്ടികളെ റുട്ടീൻ പഠിപ്പിച്ചെടുക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികൾക്ക് റുട്ടീൻ വലിയ ഇഷ്ടമുള്ള ആൾക്കാരല്ല, അവർക്ക് ഇങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കുന്നത് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആകെ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുള്ളത് ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കുന്നുണ്ടോ എന്നുള്ളതും ഉറങ്ങുന്നതും ഇനി നിൽക്കുന്ന ടൈമിങ് ഏകദേശം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ അനുസരിച്ച് പ്ലാൻ ചെയ്യും. ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോൾ പോലും ചിലപ്പോൾ കുട്ടികൾക്ക് ചില നേരത്തെ ഇരിക്കുമ്പോൾ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ടൈമിംഗ് ഒന്ന് മാറ്റി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അവരെ ഇരുത്തി പഠിപ്പിക്കാൻ നോക്കണം. അപ്പൊ അതായത് അവരെ കംഫർട്ട് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ പോലും ബാക്കിയുള്ള ഈ കാര്യങ്ങളൊന്നും അവരെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി അവർക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. റുട്ടീൻ എന്ന് പറയുന്നത് ഒരിക്കലും ബോറിംഗ് ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമല്ല. നമുക്ക് ഫൺ ടൈമും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ടിപ്സ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്കൂളൊക്കെ മക്കളുടെ തുറക്കുന്ന സമയത്തുള്ള ആ ടെൻഷനൊക്കെ കുറയ്ക്കാൻ റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കും. നമ്മുടെ മനസ്സിന്റെ കൺട്രോളാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കാര്യം. അതുപോലെ തന്നെ വീട്ടിലെ ഫാമിലിയുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല സങ്കടപ്പെടാതിരിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ചെയ്ത് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി പോകാനായിട്ടും കൂടി നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.